യോർദാനെ നീ കാണാത്തത് ഈ യോർദാനിൽ കാണാൻ പോകുക. ഈ പ്രതികൂലത്തിനകത്ത് കാണാൻ പോകുക, പ്രതിസന്ധികളകത്ത് കാണാൻ പോകുക. ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യേശു പറയുന്നു, നിന്റെ വിഷയം എന്റെ വിഷയമായി ഞാൻ ഏറ്റെടുക്കാൻ പോകുക. നിന്റെ വിഷയം പരാജയത്തിന്റെ വിഷയമല്ല, അത് അനുഗ്രഹത്തിന്റെ വിഷയമാണ്. അത് അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടു നടത്തും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, ധൈര്യപ്പെട്ട് ഇരിക്കുവിൻ. ഞാനാകുന്നവൻ ഹല്ലേലൂയ, യേശു കർത്താവ് ഇന്ന് പകൽക്കാലം ദൈവനാമ മഹത്വത്തിനായി ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ഒരു അടയാളം ചെയ്യാൻ പോകുകയാണ്. ആത്മാവിൽ വെളിപ്പെട്ട യേശുവിനെ കുറിച്ച് ആണ് ഇന്ന് ദൈവത്തിന്റെ വചന ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ജഡത്തിൽ വെളിപ്പെട്ട യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം തന്നെ അറിയാം. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവ് തന്നെ ഒരു അടയാളം തരും. സ്തോത്രം. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ വചനം ഇങ്ങനെയാണ്, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് അടയാളം തരും. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കണം. തിന്മ തള്ളി നന്മ തെരഞ്ഞെടുക്കുവാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും എന്ന് യെശയ്യാവ് യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷത്തിനു മുമ്പേ ഹല്ലേലൂയ ദൈവത്തിന്റെ അരുളപ്പാട് വിളിച്ചു പറഞ്ഞു. ഇവിടെ ഒന്ന്, കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരാൻ പോകുക. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തന്നെ ഒരടയാളം തരും. ആ അടയാളം ലോകത്തിൽ ഒന്നും നടക്കാത്തൊരടയാളമാണ്, ഇതുവരെയും നടക്കാത്തൊരടയാളം. ഹല്ലേലൂയ, യെശയ്യാവിനോട് പറയാണ്, കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. അടയാളം എന്താണ്? കന്യക. ലോക ചരിത്രത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത, നടക്കാൻ കഴിയാത്ത ഒന്ന് ദൈവം പറയുക. അത് ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന, ദൈവത്തിന്റെ പരമ അധികാരത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. ലോകത്തിൽ ആർക്കും ചെയ്യുവാനോ ചിന്തിക്കുവാനോ കണക്ക് കൂട്ടുവാനോ നിരൂപിക്കുവാനോ കഴിയാത്ത വിഷയം ദൈവം പറയാം, ഞാൻ അതൊരു അടയാളമായി ചെയ്യാൻ പോവുകയാണ്. കന്യക ഒരിക്കലും ഗർഭം ധരിക്കത്തില്ല. അത് ധരിക്കണമെങ്കിൽ ദൈവം തന്നെ ഇടപെടണം. ദൈവം തന്നെ ഇടപെട്ടാൽ നിശ്ചയമായിട്ട് ഹല്ലേലൂയ അസാധ്യ മേഖലകൾ സാധ്യമായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അസാധ്യ മേഖല കർത്താവ് ഹല്ലേലൂയ സ്തോത്രം സാധ്യമാക്കും. അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യം തന്നെ. മനുഷ്യന് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലതും സാധ്യമെന്ന് ഇന്ന് പ്രഭാതത്തിൽ മറന്നു പോകരുത്. ഹല്ലേലൂയ, കന്യക തന്നെ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. എന്ന് വെച്ചാൽ പുരുഷനെ കൂടാതെ വേറെ ഒരു വഴിയുമില്ലാതെ ദൈവത്തിന്റെ പൂർണ്ണമായ ഇടപാടിൽ അല്ലെങ്കിൽ ഇടപെടൽ, ആ സാന്നിധ്യത്താൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഒരു കന്യക ഗർഭം ധരിക്കും. അത് ലോകത്തിനൊരു അടയാളമാണ്. അതാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ ജനനം. ലോകത്തിന് തന്നെ ഒരു അടയാളമായി തീരുവാൻ, ചരിത്രത്തിനൊരു അടയാളമായി തീരുവാൻ, ഇനി ഒരിക്കലും നടക്കുവാൻ കഴിയാത്ത, സാധിക്കുവാൻ കഴിയാത്ത, എത്ര ശാസ്ത്രം വളർന്നാലും, എത്ര മെഡിക്കൽ സയൻസ് വളർന്നാലും, എത്ര അറിവുകൾ വച്ചാലും നടക്കാൻ പറ്റാത്തതാണ് ദൈവം അടയാളമായി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭാരത്താലും വിഷമത്താലും ദുഃഖത്താലും ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചാൽ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യും.
വചനം അതിന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരുത്തുള്ളൂ. വചനം ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, അത് ഇരുവായുത്തലമുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു വെല്ലുന്നതും ഹൃദയങ്ങളെയും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ദൈവത്തിന്റെ വചനം, പാറയെ തകർക്കുന്ന ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ പാതയ്ക്ക് വെളിച്ചമായി തീരുന്ന കൂരിരുട്ടിൽ അനുഗ്രഹത്തിന്റെ വെളിച്ചം വീശുന്ന ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളെന്ന് ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവർ മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്ന ആ തിരുമൊഴികളെ ജീവമൊഴികളിൽ വിശ്വസിച്ച് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. കർത്താവിന്റെ അടയാളം വെളിപ്പെടും. അടയാളം എങ്ങനെ? കന്യക ഒരു ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ നന്മ തിന്മകളെ തിരിച്ചറിയുന്നത് വരെ തൈരും തേനും കൊണ്ട് ഉപജീവനം ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ യേശുവിന്റെ ജനനത്തിന് 700 വർഷത്തിനു മുമ്പേ പ്രവാചകൻ പ്രവചിച്ചു. ഇന്നുവരെയും ലോകത്തിൽ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല. എത്രയോ മഹാന്മാര് ജനിച്ചു വളർന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അവർ മഹാന്മാരായി തീർന്നിട്ടുണ്ട്, എത്ര ഉന്നതന്മാരായി തീർന്നിട്ടുണ്ട്. പക്ഷെ ഒരാൾ ജനിക്കുന്നതിന് മുമ്പേ, ഭൂമിയിൽ ജനനം എടുക്കുന്നതിന് മുമ്പേ, കാലങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഹല്ലേലൂയ പ്രവചിച്ച് പറയുക ആ ശിശുവിനെ കുറിച്ച്, ആ ഹല്ലേലൂയ ദൈവ പുരുഷനെ കുറിച്ച് പ്രവചിച്ച് പറയുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇടപാടിൽ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഹല്ലേലൂയ അത് ദൈവത്തിന്റെ പൂർണ്ണ ഇഷ്ടപ്രകാരമാണ്. എന്നുവെച്ചാൽ ദൈവം തന്നെ ജഡാവതാരം എടുത്താണ് ഒരു കന്യകയിൽ ഹല്ലേലൂയ ജനിക്കിച്ച് ഈ ഭൂമിയിലേക്ക് വീഴുവാൻ തയ്യാറായി തീർന്നത്. അത് പുരുഷന്റെ ഇഷ്ടത്താലല്ല, മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, പ്രകൃതിയുടെ ഇഷ്ടത്താലല്ല, അത് ദൈവത്തിന്റെ ഇഷ്ടത്താലത്രേ യേശു കർത്താവ് ജനിക്കുവാനിടയായത്. എന്റെ വിഷയം അതല്ലല്ലോ, ഇങ്ങോട്ട് വരണമല്ലോ. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, 3:15 കാണുന്നു. ഹല്ലേലൂയ അത് ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ യേശു ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു എന്നൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ കാണും. ഈ യേശു കർത്താവിന്റെ ജനനം, ജനിക്കുന്നതിന് മുമ്പേ യേശു കർത്താവ് ഉണ്ട്, അത് നിത്യതയിലുള്ളതാ. ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവായ യേശു ഉണ്ടായിരുന്നു. അത് യേശു ദൈവമാണ്, യേശു ദൈവമാണ്. ഹല്ലേലൂയ ആ ദൈവം ജഡാവതാരമായി എടുത്തു വന്നത് അതൊക്കെ വേറെ ഒരു വിഷയമായതുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് മാറി ഈ തിരുവെഴുത്തുകളിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉൽപ്പത്തി മുതൽ പുറപ്പാട് ലേവ്യ ഇങ്ങോട്ട് വരുന്ന അവസാനത്തെ പുസ്തകമായിരിക്കുന്ന പുതിയ നിയമത്തിലെ വെളിപ്പാട് വരെയും ഓരോ വചനത്തിലും ഓരോ വാക്യങ്ങളിലും നമ്മൾ നോക്കിയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കാണാം. ആയിരക്കണക്കിന് പ്രവചനമാണ് യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളപ്പാട് കൊടുത്തത്. ഹല്ലേലൂയ യേശുവിന്റെ ജനനത്തിന് തൊട്ടു മുമ്പുള്ള സ്നാപക യോഹന്നാൻ പോലും യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരുന്നു. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നതാണെന്ന് തിരുവെഴുത്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ യേശു കർത്താവിന്റെ ജനനം ഹല്ലേലൂയ ഒരു പെട്ടെന്നുള്ളൊരു ജനനമല്ലല്ലോ, വളരെ ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ ഹൃദയത്തിലെ നിർണയപ്രകാരം അനാദികാലങ്ങൾക്ക് മുമ്പുള്ള ദൈവിക പദ്ധതിയുടെ പ്ലാനായിരുന്നു ഈ ഭൂമിയിലേക്ക് ദൈവം തന്നെ ജഡാവതാരം എടുത്ത് മനുഷ്യനായി പിറന്നു വീഴുമെന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനായിരുന്നു, ദൈവത്തിന്റെ ദർശനമായിരുന്നു, ദൈവത്തിന്റെ നിർണയപ്രകാരമായിരുന്നു എന്ന് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ നാം അറിയുന്നത് എത്രയോ നല്ലതാണ്, എത്രയോ നല്ല വാർത്തയാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ആ പ്രഭാതത്തിൽ തന്നെ ആ ദൈവത്തെ, അതെ ആ യേശു കർത്താവിനെ മഹത്വമേറിയ ആ മഹത്വത്തിന്റെ ശുശ്രൂഷ ചെയ്ത ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി, ഹല്ലേലൂയ ശക്തമേറിയ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം പ്രിയപ്പെട്ടവരെ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചുവെങ്കിലും ഹല്ലേലൂയ കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി യേശു ജനിച്ച്
വീഴുവാൻ, ഈ ഭൂമിയിലേക്ക് ജനിക്കുവാൻ ഇടയായി. അങ്ങനെ യേശു വളർന്നു. തിരുവെഴുത്തുകളിൽ നമ്മൾ നോക്കുമ്പോൾ 8-ാം ദിവസം യേശു കർത്താവ് പരിച്ഛേദനയേറ്റതായി തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനുശേഷം യേശു കർത്താവിനെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 12-ാമത്തെ വയസ്സിൽ പെരുന്നാൾ കഴിക്കുവാൻ മാതാപിതാക്കളോട് കൂടെ കടന്നു വന്ന യേശു മടങ്ങി പോകുമ്പോൾ യേശു കൂടെ പോകാതെ അവര് ഒരു വഴി ദൂരം യാത്ര ചെയ്തു എന്ന് തിരുവെഴുത്തുകളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ യേശുവിനെ കാണാതിരുന്നപ്പോൾ അവർ തെരഞ്ഞ് 3 ദിവസം കഴിഞ്ഞാണ് യേശു കർത്താവിനെ കണ്ടുകിട്ടുവാൻ ഇടയായത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഞാൻ ഒരു ദൂത് പറയട്ടെ. യേശുവിനെ വിട്ടുള്ള യാത്ര നമുക്ക് ഏറിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കും. സമയനഷ്ടം, ആരോഗ്യനഷ്ടം, സാമ്പത്തിക നഷ്ടം, മാനസിക സംഘർഷം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. യേശു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരോഗ്യ നഷ്ടം വരില്ല, സാമ്പത്തിക നഷ്ടം വരത്തില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ വരത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ നോക്കണേ, യേശുവിനെ വിട്ട് ഇവരുടെ യാത്രയിൽ യേശു ഉണ്ടെന്ന് അവർ ചിന്തിച്ച് കടന്നു പോകുമ്പോൾ ഒരു വഴി ദൂരം പോയാ ഇവര് മടങ്ങി വരുന്നത് തെരഞ്ഞ് കണ്ടുകിട്ടാതെ പിന്നെയും അവർ മടങ്ങി വരുമ്പോൾ 3-ാം ദിവസം കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നത് ഉപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിൽ, ശാസ്ത്രിമാരുടെ മധ്യത്തിൽ, പ്രമാണിമാരുടെ മധ്യത്തിൽ യേശു കർത്താവിനെ കാണുവാൻ കഴിഞ്ഞു. അവരുടെ യേശുവിന്റെ വാക്ക്, 12-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് പറഞ്ഞ വാക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ആശ്ചര്യം തോന്നി. അവരൊന്നും കേൾക്കാത്ത മൊഴികൾ, അവരൊന്നും ഇതുവരെ അനുഭവിക്കാത്തത്, അവരിതുവരെ കാണുവാൻ കഴിയാത്ത ഒരു വലിയ പ്രവൃത്തിയാണ് യേശു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ജീവമൊഴി ഒരു വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ ഇടയാകും. വലിയൊരു ദൈവ പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ യേശു കടന്നു വന്നു. യേശുവിന് ഏകദേശം 30-ാമത്തെ വയസ്സിൽ, സ്വതന്ത്രം, യേശു ഗലീലയിൽ നിന്ന് യോർദാനിലേക്ക് കടന്നു വരുന്നതായി തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കണമേ, അതിന് മുമ്പ് യേശു ഏകദേശം 30-ാമത്തെ വയസ്സിൽ യോർദാനിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവം നമുക്കറിയാം. അപ്പൊ നോക്കണമേ, യോർദാനിലെ യേശുവിന് 30 വയസ്സിന് മുമ്പ് ഒരു പ്രവാചകനായിരിക്കുന്ന സ്നാപക യോഹന്നാൻ യോർദാനിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചു കൊണ്ടിരിക്കുക. യോർദാനിൽ മനസ്സാന്തരപ്പെടുവാൻ വരുന്നവരോടും, അവിടെ വരുന്നവരെ നിസാരപ്പെട്ടവരല്ല, യഹൂദ മതത്തിലുള്ള ഉന്നത നിലവാരം പുലർത്തിയിരുന്ന വ്യക്തികളായിരുന്നു അവിടെ കടന്നു വന്നുകൊണ്ടിരുന്നത്. അവിടെ നോക്കണമേ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനെ കുറിച്ച്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, പക്ഷെ എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നും ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമെന്നും സ്തോത്രം, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ലെന്നും വിളിച്ചു പറയുന്ന ഒരു പ്രവാചകനായിരിക്കുന്ന, അതിശക്തമായ ഒരു പ്രവാചകനായിരിക്കുന്ന സ്നാപക യോഹന്നാനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവം അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്നാപക യോഹന്നാൻ, ദൈവം സ്നാപക യോഹന്നാന് ദൈവം ആലോചന കൊടുത്തിരിക്കുന്നു. ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നു അവരാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കാൻ അധികാരമുള്ളവൻ. ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു അവനാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വ്യക്തമായി ആലോചന പറഞ്ഞു. അത് എവിടെയാണ് ഇറങ്ങുന്നത്? യോർദാനിലാണ് ഈ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നത്. യോർദാനിൽ 2 പ്രാവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. 2 അല്ല, 2 പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഏലിയാവിന്റെയും എലീശയുടെയും കാലഘട്ടത്തിൽ പെട്ടകം കൊണ്ടുപോകുമ്പോഴൊക്കെയും സ്വത്രം അവിടെ ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടായതെന്ന് തിരുവെഴുത്തുകളിൽ കാണും. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ യോർദാനിൽ ഉണ്ടാകാൻ പോകുന്ന ഈ യോർദാനെ, ഈ കലങ്ങി മറിഞ്ഞു വരുന്ന
പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുന്ന നന്മകൾക്ക് ഉണ്ടാകുമ്പോൾ അതിനെ ഉന്മൂലനാശമാക്കുന്ന രീതിയിൽ വെള്ളം പൊങ്ങിയത് നശിപ്പിക്കുന്ന ഈ യോർദാനിൽ ഇതുവരെ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും പരാജയപ്പെട്ടിരിക്കുന്നവരോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഇതിനകത്ത് ദൈവത്തിനൊന്ന് ഇടപെടുവാനുണ്ട്, ഇതിനകത്ത് ദൈവത്തിനൊന്ന് പ്രവർത്തിക്കാനുണ്ട്, ഇതിനകത്ത് ദൈവത്തിനൊന്ന് ഇടപെടുവാനുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ പോകുക. പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഇടപെടൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വലിയ നിറവ് ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യോർദാനെ, നീ കാണാത്തത് ഈ യോർദാനിൽ കാണാൻ പോകുക. ഈ പ്രതികൂലത്തിനകത്ത് കാണാൻ പോകുക, പ്രതിസന്ധികളകത്ത് കാണാൻ പോകുക. ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യേശു പറയുന്നു, നിന്റെ വിഷയം എന്റെ വിഷയമായി ഞാൻ ഏറ്റെടുക്കാൻ പോകുക. നിന്റെ വിഷയം പരാജയത്തിന്റെ വിഷയമല്ല, അത് അനുഗ്രഹത്തിന്റെ വിഷയമാണ്. അത് അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടു നടത്തും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, ധൈര്യപ്പെട്ട് ഇരിക്കുവിൻ. ഞാനാകുന്നവൻ ഹല്ലേലൂയ, യേശു കർത്താവ് ഇന്ന് പകൽക്കാലം ദൈവനാമ മഹത്വത്തിനായി ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ഒരു അടയാളം ചെയ്യാൻ പോകുകയാണ്. ഇവിടെ നോക്കണമേ പ്രിയപ്പെട്ടവരെ, യോർദാനിൽ ദൂത് ലഭിച്ചവൻ ആ ദൂത് നിവർത്തീകരിക്കുവാൻ അനുദിനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗലീല പ്രദേശത്തിൽ ഇരിക്കുന്ന യേശു, ഹല്ലേലൂയ, ദൂത് ഹല്ലേലൂയ യേശുവിന്റെ കാതുകളിലേക്ക് മുഴങ്ങാൻ തുടങ്ങി. യേശു അവിടുന്ന് എഴുന്നേറ്റു. ഹല്ലേലൂയ, ഗലീലയിൽ നിന്നും യോർദാനിലേക്ക് യേശു കർത്താവ് വരികയാണ്. യേശു വന്ന് ഹല്ലേലൂയ സ്തോത്രം വെള്ളത്തിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ, സ്നാപക യോഹന്നാന്റെ കൈക്കീഴാൽ യേശു സ്നാനപ്പെട്ടു. യേശു സ്നാനപ്പെട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരിടത്ത് പറയുന്നു യേശു സ്നാനപ്പെട്ടു പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ, അപ്പോൾ ഇതാ സ്വർഗം തുറന്നു. സ്വർഗം തുറന്നു. ഇതുവരെ തുറക്കാത്തത്, ഇതുവരെ ആരുടെ മുമ്പിൽ തുറക്കാത്തത് ദൈവപുത്രന്റെ മുമ്പിൽ തുറന്നു സ്വർഗം. ഒരു സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനം, ഒരു സ്വർഗത്തിലേക്ക് പ്രവേശനം. മാനവ കുലത്തിന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനമുണ്ടെന്ന് ഇതിലൂടെ അറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ ഇതാ സ്വർഗം യേശു കർത്താവിനായി തുറന്നു. 30 വയസ്സ് വരെ ഇങ്ങനൊരു അനുഭവം തിരുവെഴുത്തുകളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി അംഗീകരിച്ച് അത് ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ട് ആ യോർദാനിലേക്ക് വരുവാൻ തുടങ്ങി. വന്ന് ആ സ്നാനപ്പെട്ടപ്പോൾ ഇതാ സ്വർഗം തുറന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ദൈവ മുഴക്കം കേൾക്കുവാനിടയായി. 430 വർഷമായി പ്രവചനത്തിന്റെയോ ദൈവത്തിന്റെ ശബ്ദമോ കേൾക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഇതാ ലോകത്തിന് മാനവ കുലത്തിന് ഒരു ശബ്ദം കേൾക്കുക. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കിന് ചെവി കൊടുപ്പീൻ. ഹല്ലേലൂയ. ലോകത്തിൽ അനേക പ്രവാചകന്മാർ ജനിച്ചു, ലോകത്തിൽ അനേക ഉന്നതന്മാർ ജനിച്ചു, ലോകത്തിൽ അനേക മഹാ വ്യക്തികൾ ജനിച്ചു. പക്ഷേ അവർക്കൊന്നും സ്വർഗം തുറന്നില്ല, അവരോടൊന്നും ദൈവം ഇടപെട്ടില്ല, ഇതുപോലെ ഇടപെട്ടില്ല. ഇവിടെ പറയുക, മാനവകുലത്തിന് വിശ്വസിക്കുവാൻ, മാനവകുലത്തിന് അംഗീകരിക്കുവാൻ, മാനവകുലം ഹല്ലേലൂയ സ്വത്രം പിന്തുടരേണ്ട ഒരു വ്യക്തിയാണ് കർത്താവായ യേശുവെന്ന് വ്യക്തമായി അറിയിപ്പ് വിളിച്ചു നൽകുക. അങ്ങനെയെങ്കിൽ ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ആ യേശു ക്രിസ്തുവിന്റെ വാക്കുകളിൽ അംഗീകരിച്ചാൽ നിശ്ചയമായിട്ട് വലിയൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. യോഹന്നാനേ, ഹല്ലേലൂയ, നീ കാണാൻ പോകുക. കഴിഞ്ഞ ദിവസം വരെയും ദൂതുകൾ വിളിച്ചു പറഞ്ഞില്ലേ? അതെ, ഈ പ്രവാദത്തിലും കഴിഞ്ഞ നാളുകളിൽ പ്രവാചകന്മാർ, ദൈവദാസിമാർ, ദൈവദാസന്മാർ തന്ന അരുളപ്പാടുകൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് എന്നാ കർത്താവേ ഇത് നിവർത്തീകരിക്കാത്തത് എന്ന് ചോദിച്ചിരിക്കുന്നവരോട് ദൂത് വിട്ടുകളയരുത്, പ്രവചനങ്ങൾ വിട്ടുകളയരുത്, അതിനെ തുച്ഛീകരിക്കരുത്. അത് ഏറ്റെടുത്ത പ്രാർത്ഥിക്ക്, അതിന്റെ സമാപ്തിയിലേക്ക് അത് പ്രവേശിക്കാൻ പോകുക. അതെ, അത് നിവർത്തീകരിക്കാൻ പോകുക. അതൊരു അത്ഭുതമായി നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുക.
ഇവിടെ നോക്കണമേ പ്രിയപ്പെട്ടവരെ, അനുദിനമായി വിളിച്ചു പറയുന്ന പ്രവാചകൻ എന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത അരുളപ്പാടിന്റെ ആ പ്രവചന നിവൃത്തി ഇതാ വെളിപ്പെട്ടു. യേശു ക്രിസ്തുവിന്റെ മേൽ ആലയിലെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപണെ യേശുവിന്റെ മേലേക്ക് ഇറങ്ങി വന്നു. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവില. പക്ഷെ ഇവിടെ യേശു കർത്താവിന് പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് ആവശ്യമായിരുന്നു. ലോകത്തിന് ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ ഒരു തുടക്കം അവിടെ കുറിക്കുവാനിടയായി. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ യേശു 40 ദിവസം മരുഭൂമിയിലേക്ക് കടന്നു. അതിന് മുമ്പ് ഒരു വാക്കോട് പറയട്ടെ, യേശു ജനിച്ച് ഇതുവരെയും ദൈവത്തിന്റെ ശബ്ദം യേശു കേട്ടിട്ടില്ല. പ്രവാചകന്മാർ പ്രവചിച്ചു, അതായ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതൊരു നിവൃത്തിയായി എന്ന് തിരുവെഴുത്തുകളിൽ പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ നോക്കണമേ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിന്റെ പൂർണ്ണഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടപ്പോൾ, അത് ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വർഗം അംഗീകരിച്ചിട്ട് പറയാ, ഓ 30 വർഷമായിട്ട് കേൾക്കാത്ത അല്ലെ കേൾക്കുവാൻ ആഗ്രഹിച്ചിട്ടും കേൾക്കാതിരുന്ന ഒരു ദൈവിക ഇടപെടൽ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണഹിതം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ വചനം നാം പ്രമാണിക്കുമ്പോഴാണ് ദൈവപ്രസാദം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത്. നമ്മെ പ്രിയമകനെന്നും പ്രിയമക്കളെന്നും ഒക്കെ ദൈവം അഭിസംബോധന ചെയ്യാറുള്ളൂ. എന്നാൽ യേശു കർത്താവ് പാപം വഴിയെ നമ്മെ പോലെ സമസ്വഭാവമുള്ള വ്യക്തിയായി യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. അങ്ങനെ യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്ന് കാണുന്നുണ്ട്. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് ആ 3 തലങ്ങളെയും ജയിച്ച് യേശു വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ലൊക്കെ കാണുന്നു, യേശു ക്രിസ്തു ശക്തി നിറഞ്ഞവനായി ഗലീലയിലേക്ക് മടങ്ങി. ഗലീലയിൽ ചെല്ലുമ്പോൾ ഗലീലക്കാർക്ക് ഒരു ദൂതുണ്ട് പറയാൻ. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഗലീലയിൽ നിന്ന് കടന്നു വന്ന ഗലീലയിൽ നിന്ന് കടന്നു വന്നതാണ് യേശു കർത്താവ്. പക്ഷേ അന്നൊന്നും പ്രകാശിക്കാത്ത ഒരു പ്രകാശം ഇപ്പോൾ യേശു കടന്നു പോയപ്പോൾ വന്നു. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശു 40 ദിവസം ഉപവസിച്ചു. 40 ദിവസം പിശാചിനാലുള്ള പരീക്ഷകളിൽ പാസ്സായി പുറത്തു വന്നപ്പോൾ ഹല്ലേലൂയ, ആ ദേശത്തേക്ക് മടങ്ങി ചെന്നപ്പോൾ, താൻ നിന്ന ആ ദേശത്തുനിന്ന് വന്നു വീണ്ടും ആ ദേശത്തേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഒരു പ്രവചന നിവൃത്തി വെളിപ്പെടുക. എന്താണ്? ഇരുട്ടിലിരിക്കുന്ന ജനം, മരണത്തിലിരുന്ന ജനം, നിഴലുകൾ കണ്ട് ഭയപ്പെട്ടിരുന്ന ജനം, ഹല്ലേലൂയ, അവർക്കൊരു ആശ്വാസമായി, അവർക്കൊരു വെളിച്ചമായി, അവർക്കൊരു അനുഗ്രഹമായി, അവർക്കൊരു ഉദയനക്ഷത്രമായി ഇതാ കർത്താവായ യേശു ഗലീലയിലേക്ക് പാസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു വെളിച്ചമായി, മരണത്തിലിരിക്കുന്ന, ഇരുട്ടിലിരിക്കുന്ന, നിഴൽ പോലും കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന കുടുംബത്തിലേക്ക് എന്താ യേശു കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു വരിക, ആത്മാവ് നിറഞ്ഞു വരിക. കാരണം നിന്നെ വിടുവിക്കേണ്ടത് യേശുവിന്റെ ആവശ്യമാണ്, നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് യേശുവിന്റെ ആവശ്യമാണ്, നിങ്ങൾക്ക് നിത്യജീവൻ നൽകേണ്ടത് യേശുവിന്റെ ആവശ്യമാണ്, നിങ്ങൾക്ക് രോഗസൗഖ്യം നൽകേണ്ടത് അത് യേശുവിന്റെ ആവശ്യമാണ്, നിങ്ങളെ അനുഗ്രഹത്തിൽ നടത്തേണ്ടത് യേശുവിന്റെ ആവശ്യമാണ്, നിങ്ങളെ കൃപയിൽ നടത്തേണ്ടത് യേശുവിന്റെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവിന്റെ വചനത്തിൽ അത് പ്രമാണിച്ചാൽ, ആ വചനത്തിൽ നിന്നാൽ നിശ്ചയമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, അത് സ്വർഗീയ അനുഗ്രഹങ്ങൾ, അത് ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തങ്ങൾ മാറിപ്പോകത്തില്ല. മനുഷ്യനല്ല വാഗ്ദത്തം തന്നിരിക്കുന്നത്. വാഗ്ദത്തം തന്നിരിക്കുന്നത് സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന, സകല സൃഷ്ടിയിലും ആദ്യജാതനായിരിക്കുന്ന, സകലത്തിന്റെ ഉറവിടമായിരിക്കുന്ന, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന, സകലത്തിന്റെ കാരണഭൂതനായിരിക്കുന്ന, സകലത്തിന്റെ രക്ഷകനായിരിക്കുന്ന, സകല ജനത്തിന്റെ വീണ്ടെടുപ്പ് നായകനായിരിക്കുന്ന യേശു തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മാറിപ്പോകുന്നതല്ല. അത് നിവർത്തീകരിക്കും. അത് അടയാളങ്ങളായി വെളിപ്പെട്ടു വരും, അത് നിറമായി വെളിപ്പെട്ടു വരും, അത് മാന്യതയായി വെളിപ്പെട്ടു വരും,
അത് ആദരമായി വെളിപ്പെട്ടു വരും, അത് അംഗീകാരമായി വെളിപ്പെട്ടു വരും. സ്ഥാനങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവന്നിരുത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. ഏതെങ്കിലും ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയാ നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. അതേ വാതിൽ തുറക്കും. ചെങ്കടലിനെ പിളർന്ന കർത്താവ്, യോർദാനെ പിളർന്ന കർത്താവ്, കർമ്മേൽ പർവ്വതത്തിൽ ഏകനായി നിന്ന് പ്രാർത്ഥിച്ച ഏലിയാവിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങിയെങ്കിൽ ഇന്ന് നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ചെയ്യുവാൻ ഈ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കാതുകൾ മന്ദമായിപ്പെട്ടില്ല. ദൈവം നിശ്ചയമായിട്ട് നിങ്ങൾക്ക് വേണ്ടി അടയാളങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് അനുഗ്രഹിക്കും. കാരണം എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നും എന്നെ ആദരിക്കുന്നവനെ ഞാൻ ആദരിക്കുമെന്നും യേശുവിന്റെ വചനം പറയുന്നെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു മാന്യത വരാൻ പോകുക. അത് തലമുറയിൽ ഒരു മാന്യത വരാൻ പോകുക. ജീവിതത്തിനകത്ത് ക്ലേശങ്ങൾ മാത്രം നിറഞ്ഞിരിക്കുന്ന അനുഭവത്തെ മാറ്റിയിട്ട് സന്തോഷത്തിന്റെ ഉടുപ്പ് ധരിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി, അത് ക്രിസ്തു യേശുവിന്റെ സന്തോഷം നിങ്ങൾക്കൊരു പുതപ്പായി, അത് ഒരു ഉടുപ്പായി, അത് ഒരു വസ്ത്രമായി ഇറങ്ങി വരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ തന്നെ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. അതെ, പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവിന്റെ കൃപ, ആ പരിശുദ്ധാത്മാവിന്റെ മഹത്വം നിങ്ങളുടെ മേലിലേക്ക് വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മോശ പറഞ്ഞതുപോലെ സാന്നിധ്യമല്ല കർത്താവേ, തിരു സാന്നിധ്യം എന്റെ കൂടെ പോരണമെന്ന് പ്രാർത്ഥിക്കുന്ന അല്ല ഈ അഭിഷേകം പോരാ, ഈ കൃപ പോരാ, ഈ ശുശ്രൂഷ പോരാ എന്ന് പറഞ്ഞിരിക്കുന്ന ചിലവരെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. അവരുടെ മേൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അതിശക്തമായ പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം നിങ്ങളിലേക്ക് ഇറങ്ങാൻ പോവുക, വലിയ കൃപ വ്യാപരിക്കാൻ പോവുക. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ വ്യാപാര ശക്തി, അത് നിരക്കുന്നതിനും അത്യുന്നതപരമായി ചെയ്യുന്ന ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേലേക്ക് വ്യാപരിക്കും. അതെ, അത്ഭുതം ചെയ്യുവാൻ, അടയാളം ചെയ്യുവാൻ, വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ വ്യാപരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ യേശു അത്ഭുതങ്ങൾ ചെയ്തു, കാനാവിലെ കല്യാണത്തിന് അടയാളങ്ങൾ ചെയ്തു, അങ്ങനെ വീര്യപ്രവൃത്തികൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്തു കർത്താവ് യേശു. ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും 3.5 വർഷം കൊണ്ട് യേശു കർത്താവ് ചെയ്യുവാനിടയായി. അതെല്ലാം തിരുവഴുത്തുകളിൽ കാണാം. എന്നാൽ യേശു കർത്താവിന്, അത് ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ പരിമിതികൾ ഉണ്ടായിരുന്നു. യേശു കർത്താവിന് സഞ്ചരിക്കുവാൻ വാഹനം ആവശ്യമായിരുന്നു, കഴുതക്കുട്ടി ആവശ്യമായിരുന്നു, വള്ളങ്ങൾ അല്ലെങ്കിൽ പടകുകൾ ആവശ്യമായിരുന്നു. പലപ്പോഴും യേശു നടന്നു പോയിരുന്നു. ഇതൊക്കെ തിരുവഴുത്തുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആത്മാവിൽ വെളിപ്പെട്ട യേശുവിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. യേശു ഒത്തിരി അടയാളങ്ങൾ ചെയ്തു. ഊമർ സംസാരിച്ചു, മുടന്തർ നടന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമായി, ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾക്കുവാൻ തുടങ്ങി, മരിച്ചവർ ഉയർക്കുവാൻ തുടങ്ങി. ഇതെല്ലാം യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ ചെയ്തു. കാരണം എന്തിനാണ്? യേശുവിനല്ലോ അടയാളം ചെയ്യാൻ, അത്ഭുതം ചെയ്യാൻ വന്നല്ല. അവൻ ദൈവമായതുകൊണ്ട് അവനിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഈ യേശു കർത്താവിനെ വിശ്വസിക്കുന്ന, ഈ യേശു കർത്താവിൽ പ്രിയം വെച്ച പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. ഈ യേശുവിന് ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയമില്ല. ഈ യേശു അത്ഭുതം ചെയ്ത യേശുവ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിദേശത്തായിരിക്കുന്ന ചില കുടുംബങ്ങൾ, ഭാരപ്പെട്ടിരിക്കുന്നവർക്കവിടെ കർത്താവ് അറിയാം, നിങ്ങൾക്കൊരു അടയാളം കർത്താവ് ചെയ്യാൻ പോയി. ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങൊരടയാളം ചെയ്യണമേ, ഒരു വിടുതൽ അയക്കണമേ, പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഇടപെടൽ ഉണ്ടാകണമേ, ഇരുളിനെ മാറ്റി പ്രകാശം വീശുന്ന ഒരു അനുഭവം ഉണ്ടാകണമേ. ദുഃഖത്തിലായിരിക്കുന്നവർക്ക് ഒരു ആശ്വാസമായി ഇറങ്ങണമേ, ഒരു അനുഗ്രഹമായി ഇന്ന് പകൽക്കാലം ഇറങ്ങി വരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തു. വെള്ളത്തിൽ മീതെ അവൻ നടന്നു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, മരിച്ച വാലികയെ ഉയർപ്പിച്ചു. 4 ദിവസം ആയ നാറ്റം വെച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു.
ഇങ്ങനെ അടയാളം ചെയ്ത കർത്താവ് ഇങ്ങനെ പോകുമ്പോൾ തിരുവെഴുത്തും പ്രകാരം യേശു മരിച്ചു. തിരുവെഴുത്തും പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. ഇതെല്ലാം വാഗ്ദത്തമാണ്, തിരുവെഴുത്തുകളിൽ ഉള്ളതാണ് പ്രിയപ്പെട്ടവരെ. യേശു മരിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞു ഞാൻ മരിക്കുമെന്ന്. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അത് യേശുവിന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. യേശുവിന് മാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ പോയാലും നിങ്ങളെ വന്ന് വീണ്ടും ചേർക്കുമെന്ന് പറയാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ നാം ആദരിക്കുന്ന നാം ബഹുമാനിക്കുന്ന നല്ല വ്യക്തികൾ ഒത്തിരി പേരുണ്ടല്ലോ. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും സത്രം സംഘടനാപരമായിട്ടും ഒക്കെ ഉന്നതന്മാരുണ്ട്. അവർക്ക് ആർക്കും കഴിയത്തില്ല മരണത്തോട് അവരുടെ പോയി. എന്നാൽ മരണത്തെ ജയിച്ച് പുറത്തു വന്നവൻ പറയുക ഞാൻ നിങ്ങളെ വന്ന് ചേർക്കുമെന്ന് പറഞ്ഞ കർത്താവായ യേശു. ആത്മാവിൽ വെളിപ്പെട്ട യേശുവിനെ കുറിച്ചാണല്ലോ ഇന്നത്തെ വചന ശുശ്രൂഷ. ആ യേശുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആത്മാവിൽ വെളിപ്പെട്ട യേശു ഒത്തിരി കാര്യം 40 ദിവസം കൊണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. ജഡത്തിൽ വെളിപ്പെട്ട യേശുവിന് പരിമിതികൾ ഉണ്ടെന്ന് പറഞ്ഞത് ഗലീലയിൽ പ്രസംഗിക്കുന്ന യേശുവിനെ സ്തോത്രം നൈന പട്ടണത്തിൽ വരണമെങ്കിൽ ഗലീലയിലെ പ്രസംഗം നിർത്തണം. എന്നെങ്കിലും നൈൻ പട്ടണത്തിൽ വന്ന് പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ. ലാസറിന്റെ ഭവനത്തിൽ അല്ലെ ബെഥാനിയയിൽ ഇരിക്കുന്ന യേശുവിനെ സീദോനിലേക്ക് വരണമെങ്കിൽ യേശുവിന് എന്ത് ചെയ്യണം? ബെഥാനിയ പട്ടണം വിട്ട് സീദോനിലേക്ക് നടന്നു വരണം. അല്ലെങ്കിൽ വാഹനമായിരിക്കുന്ന കഴുതക്കുട്ടിയോ അങ്ങനെയുള്ള മൃഗങ്ങളെ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ ആത്മാവിൽ വെളിപ്പെട്ട യേശുവിനെ അതിന്റെ ആവശ്യമില്ല. ആത്മാവിൽ വെളിപ്പെട്ട യേശു എന്നുവെച്ചാൽ തിരുവെഴുത്തും പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തും പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തടുക്കുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. അവൻ ആത്മാവിൽ വെളിപ്പെട്ട യേശുവാണ്. ശിഷ്യന്മാർ കൂടി ഒരു റൂമിനകത്ത് പൊന്തിയോസ് പീലാത്തോസിന്റെയും ഹെരോദാവിന്റെയും ഭീഷണികളെ ഭയന്ന് യഹൂദ മതത്തെ ഭയന്ന് തന്റെ യജമാനനായിരിക്കുന്ന നായകനായിരിക്കുന്ന നേതാവായിരിക്കുന്ന യേശു കർത്താവ് മരിച്ചുപോയപ്പോൾ അവർ ഭയപ്പെട്ടു. അവരിങ്ങനെ ഭയപ്പെട്ടിരിക്കുമ്പോൾ യേശു കർത്താവ് അവരുടെ നടുവിൽ വന്ന് നിൽക്കുക. എങ്ങനെ യേശു വന്നു? വാതിലുകൾ അടച്ച് കാറ്റിന് പോലും കയറുവാൻ കഴിയാത്ത നിലവാരത്തിൽ ലോക്ക് ചെയ്തിരിക്കുന്ന റൂമിനകത്ത് യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. നേരത്തെ യേശു വന്ന് വാതിക്കൽ നിന്ന് മുട്ടുമായിരുന്നു. തുറന്നെങ്കിൽ മാത്രമേ യേശുവിന് കയറാൻ കഴിയത്തുള്ളായിരുന്നു. എന്നാൽ ഇന്ന് അത് വേണ്ട. അവൻ ആത്മാവിൽ വെളിപ്പെട്ട യേശുവ. ആത്മാവിൽ വെളിപ്പെട്ട യേശുവിനെ സ്തോത്രം എവിടെ പ്രത്യക്ഷപ്പെടണം, എവിടെ എത്തണം, ഏത് കുടുംബത്തിലെത്തണം, ഏത് വ്യക്തിയിലെത്തണം, അതിന് സമയപരിധിയില്ല. എപ്പാ വേണേലും പ്രത്യക്ഷപ്പെടാം. ഇപ്പോൾ ഞാൻ വചനം സൂക്ഷിക്കുമ്പോൾ തന്നെ 7 വൻകരകളുണ്ട്. 6 വൻകരകളിലും മനുഷ്യവാസമുണ്ട്. ഇവിടെയൊക്കെയും ദൈവത്തിന് ഇപ്പോൾ തന്നെ അടയാളം ചെയ്യാൻ പറ്റും, അത്ഭുതം ചെയ്യാൻ ചെയ്യും. ഈ കർത്താവിന്റെ വചനത്തിന് അത് പ്രവർത്തിക്കാൻ കഴിയും. യേശുവിന് അത് ചെയ്യാൻ കഴിയും. കാരണം ഹല്ലേലൂയ സ്തോത്രം, യേശു ഇപ്പോൾ ആത്മാവിൽ വെളിപ്പെട്ട യേശുവാണ്. ആത്മാവിൽ വെളിപ്പെട്ട യേശുവിന് പരിമിതികളില്ല. എവിടെയും എപ്പോഴും എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് തന്നെ അത്ഭുതവും അടയാളവും ചെയ്യാൻ കഴിയും. സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അയൽഭവനത്തിലും കർത്താവിന് ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയും. ഒരു രോഗിയെ സൗഖ്യമാക്കുമ്പോൾ ഒരു മരിച്ചവരെ ഉയർപ്പിക്കാൻ യേശുവിന് കഴിയും. ഒരുവന് നിത്യജീവനെ കൊടുക്കാൻ കഴിയും, ഒരുവനും പാപമോചനം കൊടുക്കാൻ കഴിയും. ഇതെല്ലാം ഒരേ സമയത്ത് ചെയ്യാൻ കഴിയും. കാരണം യേശു ഇപ്പോ ആത്മാവിലാണ് നിൽക്കുന്നത്. ആത്മാവിൽ വെളിപ്പെട്ട യേശുവാണ്. സ്തോത്രം. അങ്ങനെ ആത്മാവിൽ വെളിപ്പെട്ട യേശു ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. 40 ദിവസം. അത് ചില ഭാഗങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്.
ആത്മാവിൽ വെളിപ്പെട്ട യേശു ഒന്നാമത് ചെയ്തത് പഠിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 1:2 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യേശു കഷ്ടം അനുഭവിച്ച ശേഷം യേശു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം നോക്കണമേ, യേശു കഷ്ടം അനുഭവിച്ചതിന് ശേഷം 40 നാളോളം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ആർക്ക്? യേശുവിന്റെ ശിഷ്യന്മാർക്കും യേശുവിന് അല്ലെങ്കിൽ ആ സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ യേശുവിന്റെ ഹൃദയത്തിൽ തോന്നിയവർക്ക് എല്ലാവർക്കും. അതല്ല, നമ്മളല്ലോ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുമ്പോൾ പൗലോസ് ലേഖനം എങ്ങനെ എഴുതിയിരിക്കുന്നു? 500-ൽ പരം ജനത്തിന് അവൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യേശു ഇവിടെ പറയുകയാണ്, വചനം വായിച്ചോന്നുണ്ട്, യേശു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ, നോക്കണമേ, ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അപ്പൊ ദൈവവചനം അല്ലെങ്കിൽ ദൈവരാജ്യങ്ങളെ കുറിച്ചുള്ള രാജ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വത്രം ആരോട്? യേശുവിന്റെ ശിഷ്യന്മാരോട്. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നവരാണ് ഇവര്. യേശു പലപ്പോഴുമായി പ്രസംഗിച്ചിരുന്നു. ഉപമകൾ തന്നെ യേശു പറഞ്ഞിരുന്നു. അതിന്റെ വ്യാഖ്യാനം സമയം കിട്ടുമ്പോൾ അത് വ്യാഖ്യാനിച്ചും അതിന്റെ പൊരുൾ തിരിച്ചും യേശു കൊടുത്തിരുന്നു. പക്ഷേ ഇവർക്കത് മനസ്സിലാക്കുവാൻ കഴിയില്ല. പിന്നെയും 40 ദിവസം യേശു വീണ്ടും ഒരു ക്ലാസ് എടുക്കുകയാണ്. ഇവിടെ പറയാണ്, ദൈവരാജ്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യേശു ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോ യേശു ഒന്ന് പഠിപ്പിച്ചു. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ താൻ കാണിച്ചു കൊടുക്കുവാൻ ഇടയായി. എന്നുവെച്ചാൽ ജഡത്തിൽ വെളിപ്പെട്ട യേശു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ മരിച്ച് അടയ്ക്കപ്പെട്ട 3-ാം ദിവസം തിരുവെഴുത്തം പ്രകാരം ഉയർത്തെഴുന്നേറ്റ ആ കർത്താവായ യേശു 40 ദിവസം ഇവിടെ വെറുതെ നടക്കുകയല്ലായിരുന്നു. യേശു ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു, ദൈവരാജ്യത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ വെളിപ്പെട്ട യേശു നമ്മെ പഠിപ്പിക്കണം. ബുദ്ധിയിൽ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ വചനങ്ങളെ, ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ നാം ബുദ്ധിയിൽ പഠിച്ചിട്ട് കാര്യമില്ല. ബുദ്ധിയിൽ പഠിച്ച അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. അവര് ബുദ്ധിയിൽ തന്നെ ഇരിക്കുമ്പോൾ ദൈവം തന്നെ നമ്മെ ഒന്ന് പഠിപ്പിക്കണം. ദൈവം നമ്മെ പഠിപ്പിക്കണമെങ്കിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം, ദൈവമേ, ഈ വചനത്തിന്റെ മൊഴികൾ, ഈ ജീവമൊഴികൾ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ, എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ, ഇതിന്റെ പൊരുളുകൾ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ട് കർത്താവും അതിന്റെ വെളിപ്പാടുകളെ, അതിന്റെ ആത്മീയ തലങ്ങളെ, അതിന്റെ മർമ്മങ്ങളെ, അതിന്റെ സത്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി തരുവാനിടയാകും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തുകൾ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായ ദൈവം തന്നെ ഒരടയാളം നിങ്ങൾക്ക് തരും. ദൈവം തന്നെ അത് വെളിപ്പെടുത്തി തരും. ദൈവം തന്നെ അതിന്റെ മർമ്മങ്ങൾ തിരിച്ചു തരും, പൊരുളുകൾ തിരിച്ചു തരുവാനിടയാകും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ കുറിച്ച് ആ തിരുവെഴുത്തുകളെ നമുക്കൊന്ന് മനസ്സിലാക്കി തരുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചു. സ്തോത്രം. അടുത്തത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനവും 45-ാമത്തെ വചനവും വായിക്കാം. 24, 27, 40. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും. ഇവിടെ നോക്കണമേ, മോശ തുടങ്ങി സകല പ്രവാചകന്മാരും നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും യേശുവിനെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പം മോശ മുതൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ എല്ലാ തിരുവെഴുത്തുകളിലും യേശുവിനെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു.
ആത്മാവിൽ വെളിപ്പെട്ട യേശു വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ തിരുവെഴുത്തുകള് ദൈവം തന്നെ നമുക്ക് വ്യാഖ്യാനിച്ചു തരണം. ദൈവം തന്നെ അതിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരണം. ദൈവം തന്നെ അതിന്റെ പൊരുളുകൾ തിരുത്തി തരണം. എങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാമല്ലോ, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തില് ഹല്ലേലൂയ സ്തോത്രം, തേരിലിരുന്ന് യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം വായിച്ചു കൊണ്ടിരിക്കുന്ന എത്യോപ്യ രാജ്യത്തിലുള്ള ഷണ്ണൻ എന്ന് പറയുന്ന ഈ വ്യക്തി, മഹാനായ വ്യക്തി, ഉന്നതനായ വ്യക്തി വായിച്ചു കൊണ്ടിരിക്കുക. പക്ഷെ തനിക്ക് അതിന്റെ പൊരുളുകൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഫിലിപ്പോസിനെ ദൈവം അവിടേക്ക് അയച്ചിട്ട് താൻ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരുവൻ പൊരുള് തിരിച്ചു തരാതെ എങ്ങനെ അത് മനസ്സിലാകും എന്ന് പറയാന്. അങ്ങനെ രണ്ടുപേരോട് തേരിലിരിക്കുന്ന സംഭവം നമുക്കറിയാം. തേരിലിരിക്കുമ്പോൾ ആ മഹാനായ വ്യക്തിയായിരിക്കുന്ന ഷണ്ണൻ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഇത് പ്രവാചകൻ ആരെ കുറിച്ചാണ് പറയുന്നത്? എന്നെ കുറിച്ചോ വേറൊരുവനെ കുറിച്ചോ എന്ന് പറയും. അപ്പൊ തനിക്ക് വായിക്കുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥമായ വ്യാഖ്യാനമോ പൊരുളുകളോ മനസ്സിലാക്കാൻ കഴിയാതിരുന്നപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി ഫിലിപ്പോസ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ നഗ്നമായ സത്യത്തിലേക്ക് തന്റെ ഹൃദയവും തന്റെ മനസ്സും തന്റെ ശരീരവും എത്തിയപ്പോൾ വെള്ളം കണ്ടപ്പോൾ ഇതാ വെള്ളം, ഞാൻ സ്നാനം കഴിക്കുന്നതിൽ അല്ലെങ്കിൽ സ്നാനപ്പെടുന്നതിൽ എന്താണ് തെറ്റ്, എന്താണ് വിരോധമെന്ന് തിരുവെഴുത്തുകളിൽ ചോദിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ പൊരുളുകൾ നമുക്ക് മനസ്സിലാക്കിയാൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ യഥാർത്ഥമായ അതിന്റെ വ്യാഖ്യാനം ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ നിശ്ചയമായിട്ട് ആത്മീയ സത്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും. എന്ന് വെച്ചാൽ ആ ദൈവിക വെളിപ്പാടിലേക്ക്, ആ ദൈവത്തിന്റെ ആത്മമണ്ഡലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും. പലപ്പോഴും തിരുവെഴുത്തുകൾ നമ്മൾ വായിക്കുന്നുണ്ട്, അത് നമുക്ക് അതിന്റെ പൊരുളുകളോ വ്യാഖ്യാനങ്ങളോ മനസ്സിലാക്കാതെ നമ്മൾ അത് വിട്ടുകളയുന്നുണ്ട്. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവേ, അതിന്റെ വ്യാഖ്യാനം, അതിന്റെ പൊരുളുകളെ, അതിന്റെ ആത്മീയ സത്യങ്ങളെ, അതിന്റെ മർമ്മങ്ങൾ, അത് ആരെക്കുറിച്ചാണ് പറയുന്നത്, അത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഈ വചനത്തിന്റെ പ്രസക്തി എന്തെന്ന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് ഒരു അടയാളം തരും. ഹല്ലേലൂയ, ദൈവം നിശ്ചയമായി ഒരടയാളം തരും. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ വ്യാപാര ശക്തി ഇന്ന് പ്രഭാതത്തിലും വ്യാപരിക്കുവാൻ അവന്റെ ഹൃദയം തുറന്നിരിക്കുക. അതെ, യേശുവിന്റെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ചെയ്യുവാൻ യേശു ഇറങ്ങി വന്ന് ഇരിക്കുന്നു. അതുകൊണ്ട് യേശുവിന്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ നോക്കണമേ, അതിന്റെ 45-ാമത്തെ വചനത്തിൽ അപ്പൊ തിരുവെഴുത്തുകളിൽ ആരുണ്ട്? എല്ലാ തിരുവെഴുത്തുകളിലും, മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എല്ലാം ആരുണ്ട്? എല്ലാ തിരുവെഴുത്തുകളിലും യേശു കർത്താവിനെ കാണാൻ കഴിയും. എന്ന് വെച്ചാൽ ഓരോ അക്ഷരത്തിലും, ഓരോ വള്ളിയിലും, ഓരോ പുള്ളിയിലും, ഓരോ കുത്തിലും നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഹല്ലേലൂയ മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. ശ്രദ്ധിച്ചു നോക്കിയാൽ അല്ലെ, എബ്രായ ലേഖനത്തിലുണ്ട് നമുക്ക് അങ്ങനെ ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 45-ാമത്തെ വചനോട് വായിക്കാം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പൊ ഇവര് തിരുവെഴുത്തുകളെ കേട്ടു. ഹല്ലേലൂയ, തിരുവെഴുത്തുകളെ ഹല്ലേലൂയ സ്തോത്രം ഇവര് കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. പക്ഷേ ഇവർക്കത് ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല. അവരുടെ ബുദ്ധിയെ കെട്ടിയിരുന്നു. ഇവരുടെ ബുദ്ധി തുറന്നില്ല. എന്നുവെച്ചാൽ 3.5 വർഷം കൊടുത്ത ക്ലാസ്സിൽ ഇവർക്കത് മനസ്സിലാക്കുവാൻ കഴിയില്ല. അത് നമുക്ക് പലപ്പോഴും അറിയാം. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് വ്യക്തമായി തിരുവെഴുത്തുകളിലൂടെ അല്ലെങ്കിൽ യേശു വാമൊഴിയായി പറഞ്ഞിരുന്നു. എന്നാൽ യേശു മരിച്ചടക്കപ്പെട്ടപ്പോൾ ഇവർക്ക് അത് വിശ്വസിക്കാൻ കഴിയാതെ പോയതായി നമുക്ക് തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. അത് കഥ പോലെ അവർക്ക് തോന്നിയതായി അവർക്ക് ഹല്ലേലൂയ ഇടപെടുവാനിടയായി. എന്നാൽ ആത്മാവിൽ വെളിപ്പെട്ട യേശു ഹല്ലേലൂയ ഈ ശിഷ്യന്മാരെ എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഇവരെ പാഴും ശൂന്യമായി വിടുവാൻ ഞാൻ തയ്യാറല്ല. ഇവരെ നല്ല ഉൽപാദനം കൊടുക്കുന്ന, ഫലം കൊടുക്കുന്ന നല്ലൊരു വൃക്ഷമാക്കി തീർക്കുവാൻ ആത്മാവിൽ വെളിപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ജനത്തെ അല്ലെങ്കിൽ ഈ ശിഷ്യഗണത്തെ വീണ്ടും
പഠിപ്പിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശുവിന്റെ പഠിപ്പിനിൽ ഇവർക്ക് യേശുവിന് മനസ്സിലായി, ഇവരുടെ ബുദ്ധി തുറന്നിട്ടില്ല. ഇവരുടെ ബുദ്ധി തുറന്നെങ്കിൽ മാത്രമേ, ഈ മണ്ഡലം തുറന്നെങ്കിൽ മാത്രമേ, ആത്മമണ്ഡലം തുറന്നെങ്കിൽ മാത്രമേ ദൈവവചനത്തിന്റെ പൊരുളുകൾ മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയം തുറന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ അതിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബുദ്ധിമണ്ഡലത്തെ തുറക്കാൻ പോകുക. നിന്റെ തലമുറ പഠിക്കുന്നില്ലെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ, നീ പ്രാർത്ഥിക്ക്, യേശു കർത്താവേ, എന്റെ തലമുറയുടെ ബുദ്ധിമണ്ഡലത്തെ ഒന്ന് തുറക്കണമേ എന്ന്. ആ ബുദ്ധിമണ്ഡലത്തെ തുറന്നാൽ വലിയ ദൈവപ്രവൃത്തി ആ തലമുറയിൽ വെളിപ്പെടുവാനിടയാകും. ഇവിടെ യേശു കർത്താവ് ഇവരുടെ ബുദ്ധിമണ്ഡലത്തെ തുറക്കുക. എന്തിനാണ് തുറന്നത്? തിരുവെഴുത്തുകളെ ഗ്രഹിക്കുവാൻ, തിരുവെഴുത്തുകളെ മനസ്സിലാക്കുവാൻ, അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കുവാൻ, അതിന്റെ പൊരുളുകൾ മനസ്സിലാക്കുവാൻ, വെളിപ്പാടുകളെ വ്യാഖ്യാനിക്കുവാൻ, വെളിപ്പാടുകൾ മനസ്സിലാക്കുവാൻ, ദർശനങ്ങൾ മനസ്സിലാക്കുവാൻ യേശു കർത്താവ് അവരുടെ ബുദ്ധിമണ്ഡലത്തെ തുറക്കുന്നതായി തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ബുദ്ധിയെ കെട്ടിവെച്ചിരിക്കുന്ന, ഹല്ലേലൂയ, ബുദ്ധിമണ്ഡലത്തെ കെട്ടിവെച്ചിരിക്കുന്ന, പഠിക്കുവാൻ കഴിയാത്ത, മനസ്സിലാക്കുവാൻ കഴിയാത്ത, ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ സ്വത്രം അന്തരീക്ഷ മണ്ഡലത്തിൽ ചുറ്റിക്കിറങ്ങുന്നത് പോലുള്ള അനുഭവങ്ങളെ, ഹല്ലേലൂയ, ഒരു മന്ദതയിട്ടിരിക്കുന്ന അനുഭവങ്ങളെ മാറ്റുവാൻ യേശുവിന്റെ ഈ വചനത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ നിങ്ങളുടെ തലയിൽ കൈവച്ച പ്രാർത്ഥിക്ക്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ഒരു അടയാളം വെളിപ്പെടാൻ പോകുക. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിലൊരു വിടുതൽ ദൈവം തരാൻ പോകുക. അത് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ച് അതിന്റെ പൊരുളുകളെ മനസ്സിലാക്കി അതിന്റെ മർമ്മങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ, വെളിപ്പാടുകളിൽ എത്തണമെങ്കിൽ, വെളിപ്പാടിന്റെ ദർശനങ്ങളിൽ അതിന്റെ പൊരുളുകളിലേക്ക്, അതിന്റെ മർമ്മങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിശ്ചയമായിട്ട് ഒരു മണ്ഡലം തുറക്കണം, ബുദ്ധിമണ്ഡലം തുറക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ അവരുടെ ബുദ്ധിമണ്ഡലത്തെ തുറന്നതായി തിരുവെഴുത്തുകളിൽ കാണുന്നു. രണ്ടാമത്തെ പോയിന്റ്, സമാധാനം നൽകിയ യേശു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, സമാധാനം നൽകി. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് ഹല്ലേലൂയ തിരുവെഴുത്തുകളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോ ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ, ഞാൻ പോകുന്നുവെങ്കിലും നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അന്ന് ഇവർക്ക് സമാധാനം ലഭിച്ചു കാണും. എന്നാൽ യേശു പോയി കഴിഞ്ഞപ്പോൾ ഇവരുടെ സമാധാനം പോയി. യേശു വീണ്ടും വന്നിട്ട് പറയാ, ഞാൻ പിന്നെയും നിങ്ങൾക്ക് സമാധാനം നൽകുക. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനമില്ലാതെ ഹൃദയം തിരമാല പോലെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ സമാധാനക്കേടായി നിൽക്കുമ്പോൾ, അസമാധാനം കൊണ്ടുവന്നിരിക്കുന്ന ആ അന്തരീക്ഷത്തെ മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇവിടെ ശിഷ്യന്മാർക്ക് സമാധാനം ആവശ്യമാണ്. സമാധാനമുണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യുവാൻ കഴിയത്തുള്ളൂ. സമാധാനമുണ്ടെങ്കിലേ ദൈവവചനം ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. സമാധാനമുണ്ടെങ്കിലേ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. സമാധാനമുണ്ടെങ്കിലേ ഒരാളോട് നമുക്ക് നന്നായി സംസാരിക്കാൻ കഴിയത്തുള്ളൂ. സമാധാനമുണ്ടെങ്കിലേ ഒരാൾക്ക് നന്മ ചെയ്യാൻ കഴിയത്തുള്ളൂ. സമാധാനമില്ലെങ്കിൽ, സമാധാനം നഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനം നഷ്ടപ്പെട്ടാൽ നാം വട്ടപൂജ്യമായി തീരും. സമാധാനം എവിടെ നിന്നെങ്കിലും ലഭിക്കും? ലോകത്തിന് സമാധാനം ലഭിക്കുമോ? ലഭിക്കില്ല. ഏതെങ്കിലും ഉന്നത വ്യക്തികളിൽ നിന്ന് നമുക്ക് സമാധാനം ലഭിക്കുമോ? അവരോ സമാധാനമില്ലാതെ ഭാരപ്പെടുക. ലോകം ഇപ്പോൾ സമാധാനമില്ലാതെ ഭാരപ്പെടുക. കൊറോണ രോഗത്താൽ, അല്ലെങ്കിൽ അതിന്റെ അണുവാൽ, അല്ലെങ്കിൽ അതിന്റെ വൈറസാൽ, അല്ലെങ്കിൽ ആർക്ക് പിടിക്കുക, എപ്പോ പിടിക്കുമെന്ന് അറിയാൻ കഴിയാതെ അത് ഭയപ്പാടിലിരിക്കുമ്പോൾ യേശുവിന്റെ വചനം പറയുക, ഞാൻ നിങ്ങൾക്ക് വീണ്ടും സമാധാനം നൽകുക. ഈ സമാധാനത്തിനകത്തുണ്ട് സൗഖ്യമുണ്ട്. ഈ സമാധാനത്തിനകത്ത് നിനക്ക് നന്മയുണ്ട്. ഈ സമാധാനത്തിനകത്ത് നിനക്കൊരു വിടുതലുണ്ട്. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഒരു വലിയ വിടുതലുണ്ടെന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശു പറയുക, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവ സമാധാനം. പൗലോസ്ലീഹയ്ക്ക് ഒരു രോഗം പോലെ ഒരു രോഗമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അദ്ദേഹം 3 പ്രാവശ്യം ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ, എന്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവ സമാധാനമായി വ്യാപരിക്കും.
ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സമാധാനം നമ്മുടെ മേലുണ്ടെങ്കിൽ, അത് നിശ്ചയമായിട്ട് ഏത് രോഗവും, ഏത് ബന്ധനവും, ഏത് തടസ്സവും മാറിപ്പോകും. അങ്ങനെയെങ്കിൽ പിശാച് ആഗ്രഹിക്കുന്നത് നീ അസമാധാനത്താൽ ജീവിക്കണം. നിന്റെ കയ്യിൽ നന്മയുണ്ട്, നിനക്ക് തലമുറയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്, വാഹനമുണ്ട്, ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ട്, പക്ഷെ സമാധാനമില്ല. സമാധാനം എവിടെ നിന്ന് വരും? അതെ, തിരുവെഴുത്ത് പറയുന്നു, വചനം പറയുന്നു, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അത് ഒരിടത്ത് മാത്രമേ ലഭിക്കത്തുള്ളൂ. ആകാശത്തിന് കീഴിലും മനുഷ്യരുടെ ഇടയിലും നൽകപ്പെട്ട ഏക നാമമായിരിക്കുന്ന, ഏക മധ്യസ്ഥനായിരിക്കുന്ന, ഏക രക്ഷകനായിരിക്കുന്ന, ഏക ദൈവമായിരിക്കുന്ന, ഏക ജീവന്റെ മൊഴിയായിരിക്കുന്ന യേശു കർത്താവിൽ മാത്രം സമാധാനം ലഭിക്കും. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ. സമാധാനം ഒരിടത്ത് മാത്രമേ ഉള്ളൂ, അത് യേശുവിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു നിങ്ങൾക്ക് സമാധാനം തരും. യേശുവിൽ വിശ്വസിക്കുക, സമാധാനം നിങ്ങളുടെ മേൽ വരും. യേശു പറഞ്ഞു, ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, സമാധാനം ആ ഭവനത്തിലേക്ക് വരുമെന്ന്. അങ്ങനെങ്കിൽ ഇപ്പോൾ ഈ യേശുവിന്റെ വചനങ്ങളെ നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ സമാധാനം നിങ്ങളുടെ ഭവനത്തിലേക്ക് വരിക, സമാധാനം നിങ്ങളുടെ ഭവനത്തിലേക്ക് വരിക. സമാധാനത്തിന്റെ പുത്രൻ, സമാധാനത്തിന്റെ രക്ഷകൻ, സമാധാനത്തിന്റെ നായകൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരിക. വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ആ ദൈവത്തിന്റെ കരത്തിൽ ഒന്ന് പിടിച്ചാട്ടെ. ആ ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാൻ തയ്യാറാണോ പ്രിയപ്പെട്ടവരെ? ആ യേശു നിങ്ങളെ വിടിവിക്കും. യേശുവിനെ മുറുകെ പിടിച്ചാൽ, യേശുവിനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല. നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ, നഷ്ടങ്ങളെ ലാഭമാക്കുന്ന യേശു. ആ യേശുവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ ഒന്നാമത്തത് യേശു പഠിപ്പിച്ചു, രണ്ടാമത് അവർക്ക് സമാധാനം നൽകി, മൂന്നാമത് യേശു അത്ഭുതം ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന് 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വായിച്ചേ. യേശു അത്ഭുതം ചെയ്തു. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ. അപ്പൊ ഈ കടൽ തീരത്ത് യേശു പിന്നെ ആദ്യം ഒന്ന് വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നിരിക്കുന്നു. എപ്പോഴൊക്കെ ഈ കടൽ തീരത്ത് യേശു വന്നിട്ടുണ്ടോ അവിടെ എല്ലാം കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. വീണ്ടും യേശു വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ അടയാളം ചെയ്യണം, ഒരത്ഭുതം ചെയ്യുവാനുണ്ട്. അടുത്തത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനാവിലെ നദനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഇത് കേൾക്കണം, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പത്രോസ്, ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്കില്ലായിരുന്നോ? പത്രോസ്, ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അനുഭവം നിനക്കില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോൾ നിന്റെ പടകിൽ ഞാൻ കയറി വന്ന് ആ പടകിനെ മുഴുവനും നിറച്ച, നിന്റെ കണ്ണുകളിൽ ഇതുവരെയും കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത നന്മകളാൽ ഞാൻ നിന്നെ നിറച്ചതല്ലേ. ഇപ്പോൾ നീ വീണ്ടും ആ പടകിലേക്ക് യാത്ര ചെയ്തില്ലേ? ഇവിടെ യേശു വന്നിട്ട് പറയാണ്, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശുവിനെ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും ഒന്നും നമുക്ക് ലഭിക്കില്ല. ഇവിടെ നോക്കണമേ, ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. അടുത്തത് പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്ന ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. യേശുവിനറിയാം
രാത്രിയിൽ ഒന്നും പിടിച്ചില്ലെന്ന്. പിടിക്കാൻ പറ്റാത്തതല്ല, പിടിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. എടാ, യേശുവില്ലാത്ത ജീവിതം നീ യേശുവിനെ സ്വീകരിച്ചതാണോ? യേശുമായിട്ട് ബന്ധപ്പെട്ടതാണോ? യേശുവില്ലാത്ത ജീവിതം പരാജയമാണെന്ന് പത്രോസേ, രണ്ടാമത് നീ അത് മനസ്സിലായില്ലേ? പരാജയമാണെന്ന്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനോട് ചോദിക്കാതെ ഒന്നും നീ ചെയ്യരുത്. യേശുവിനോട് പ്രാർത്ഥിക്കാതെ ഒരു കാര്യത്തിൽ ഇടപെടരുത്. യേശുവിനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. ദൈവത്തിന്റെ പൂർണ്ണഹിതം അന്വേഷിച്ച് പൂർണ്ണഹിതത്തിൽ നിന്നാൽ നിശ്ചയമായിട്ട് നീ നിൽക്കുന്ന സ്ഥലം നിനക്കൊരു അനുഗ്രഹമാക്കി കർത്താവ് തരും. നീ നിൽക്കുന്ന മേഖല നിനക്കൊരു അനുഗ്രഹമാക്കി കർത്താവ് തീർക്കും. അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമല്ലെങ്കിലും, മറ്റുള്ളവർക്ക് അത് അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, പക്ഷെ നിനക്കുള്ള വാഗ്ദത്തം, നിന്നെ ആ സ്ഥലത്തെ അനുഗ്രഹത്തോടെ ഞാൻ നിർത്തും. അടുത്തത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. യേശുവില്ലാത്ത ജീവിതം ഇല്ല, ഇല്ല എന്നേ പറയാൻ പറ്റും. സമാധാനം ഉണ്ടോ? ഇല്ല. സമ്പത്തുണ്ടോ? ഇല്ല. ആരോഗ്യമുണ്ടോ? ഇല്ല. കഷ്ടപ്പാട് മാറിയോ? ഇല്ല. ഇല്ല, ഇല്ല, ഇല്ല എന്നൊരു വാക്കേ പറയാനുള്ളൂ. പക്ഷെ യേശുവിൽ ഉള്ളവന് പറയാനുണ്ട്, ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ എനിക്കെല്ലാം ഉണ്ട്. ഞാൻ സമൃദ്ധിയായിരിക്കുന്നു. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് വാഗ്ദത്തം ചെയ്ത ആ വചനം പൗലോസ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഫിലിപ്പിയ ലേഖനം 4:19. എനിക്കിപ്പോൾ എല്ലാം ഉണ്ടെന്ന് 18-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ഇവിടെ നോക്കണമേ, യേശുവില്ലാത്ത ജീവിതത്തിൽ പത്രോസിന്റെ ജീവിതത്തിൽ ചോദിച്ചാൽ ഇല്ല. പത്രോസിനോട് കൂടെ പോയവരും പറയാനുള്ളത് ഇല്ല എന്നൊരു വാക്കായിരിക്കും. എന്നാൽ അടുത്തത്, പടകിന്റെ വലത്തുഭാഗത്ത് വലവീശുവിൻ. പടകിന്റെ വലത്തുഭാഗത്ത് ബലവീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇടത്തും വലത്തും തെക്കും വടക്കും ഒക്കെ ഇവര് വീശി കാണും. എടാ, സൃഷ്ടാവ് പറയാതെ സൃഷ്ടി ഈ വലയെ കയർത്തില്ല. സൃഷ്ടാവിന്റെ കരത്തല്ല ഇരിക്കുന്നത്. സൃഷ്ടാവിനെ വിട്ട് നീ എന്ത് പ്രവർത്തിക്കാൻ പോയാലും പരാജയമാണ്. ഇവിടെ നോക്കണമേ, ആ വലത്തു ഭാഗത്ത് ബലവീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അവർ വല വീശിയപ്പോൾ മീനിന്റെ പെരുപ്പ ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കേട്ടിട്ട് താൻ നഗ്നനാകുകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായികയാൽ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ നോക്കണമേ. ഇവിടെ അവിടെ നോക്കണം, യേശു അത്ഭുതം ചെയ്തു. നോക്കണമേ, ജഡത്തിൽ വെളിപ്പെട്ട യേശു അത്ഭുതം ചെയ്തതുപോലെ ആത്മാവിൽ വെളിപ്പെട്ട യേശു അത്ഭുതം ചെയ്തു. തിബിരിയാസ് കടൽപ്പുറത്ത് ഒരിക്കൽ അടയാളം ചെയ്ത കർത്താവ് വീണ്ടും ആത്മാവിൽ വെളിപ്പെട്ട യേശു അടയാളം ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ വെളിപ്പെട്ട യേശു ജീവിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ ജഡത്തിൽ ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല യേശു അത്ഭുതം ചെയ്ത്, ഇപ്പോഴും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ആ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുക, ആ യേശുവിൽ ആശ്രയിക്കുക, ആ യേശുവിൽ സമർപ്പിക്കുക. ആ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ നോക്കണമേ, അത്ഭുതം ചെയ്തതായി തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എന്നെ നോക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. കടൽപ്പുറത്ത് യേശു അത്ഭുതം ചെയ്തതുപോലെ അടുത്തത് ഭക്ഷിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 24:30 വായിച്ചു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ ആത്മാവിൽ വെളിപ്പെട്ട യേശു എന്ത് ചെയ്തു? അവരോടുകൂടെ ഭക്ഷണത്തിനിരിക്കാൻ പറഞ്ഞാൽ യേശു ജീവിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ഭക്ഷണം കഴിച്ചതുപോലെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ഭക്ഷണം കഴിച്ചു.
അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്ന് എന്നിട്ട് അതെ ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ യേശുവിനെ അറിഞ്ഞു. യേശു അവർക്ക് അപ്രത്യക്ഷനായി. അല്ല, ആ വചനം ഒന്നുകൂടെ വായിച്ചാൽ ആദ്യം തൊട്ട്. അവരുമായി ഭക്ഷണത്തിനായി ഇരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പൊ യേശു അവിടെ കഴിച്ചു എന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ അതിന് ഒരു തെളിവാണ്. അതിന്റെ 42, 43 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശു ഭക്ഷണം കഴിച്ചത്. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും യേശുവിന് കൊടുത്തു. അത് യേശു വാങ്ങി അവർ കാണുകെ തിന്നു. ഭക്ഷിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയാം. ആത്മാവിൽ വെളിപ്പെട്ട യേശു ഭക്ഷണം കഴിച്ചെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മളും ആത്മരൂപി അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റാൽ നിശ്ചയമായിട്ട് നമുക്കും ഭക്ഷണം കഴിക്കാൻ കഴിയും. സ്തോത്രം. അതാണ് ഇവിടെ തിരുവെഴുത്തുകളിൽ കാണുന്നത്. ഹല്ലേലൂയ. യേശു അന്ന് കഴിച്ചത്, യേശു ജനത്തിൽ വെളിപ്പെട്ടപ്പോൾ തേനും തൈരും കൊണ്ട് ഉപജീവനം നടത്തിയപ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ആത്മാവിൽ വെളിപ്പെട്ട യേശു ഇവിടെ കഴിക്കുകയാണ് വറുത്ത മീനും അല്ലേ അപ്പവും യേശു കഴിച്ചതായി തിരുവെഴുത്തുകളിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തു വന്നാൽ രൂപാന്തരം പ്രാപിക്കേണ്ടവരാണ്. അല്ല, കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് താമസമെങ്കിൽ നമ്മുടെ ആയുസ് ഇവിടെ ഭൂമിയിൽ തീരുമ്പോൾ നാം എല്ലാവരും മരിക്കും. എന്നാൽ നമ്മുടെ യേശു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ പ്രതിമയായിരിക്കുന്ന ആ ശരീരം നമ്മൾ ധരിക്കും. ആ സ്വർഗീയ ശരീരം നമ്മൾ ധരിക്കും. നമ്മളും ഒരു ആത്മരൂപികളായി തീരും. നമ്മൾ വന്ന് ഭക്ഷണം കഴിക്കും. നിശ്ചയം അത് കഴിച്ചിരിക്കും. ഇവിടെ നോക്കണമേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 21:15 കാണുന്നു യേശു ഭക്ഷണം കഴിച്ചതായി കാണുന്നു. അവർ പ്രാതൽ കഴിച്ച ശേഷം അതിന്റെ 14 തൊട്ട് വെച്ച് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ പ്രാതൽ കഴിച്ച ശേഷം അപ്പൊ യേശു ഉൾപ്പെടെയാ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട് മതി. അപ്പൊ അവിടെ യേശു പ്രാതൽ കഴിച്ചു എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നാമത് യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു 40 ദിവസം ശിഷ്യന്മാരെ പഠിപ്പിച്ചു. രണ്ടാമത് അവർക്ക് സമാധാനം നൽകി. 3 യേശു അത്ഭുതം ചെയ്തു. 4 യേശു ഭക്ഷിച്ചു. 5 ആരാധന സ്വീകരിച്ചു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നു ആരാധന സ്വീകരിച്ചു. യേശുവിനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ശിഷ്യന്മാർ നമസ്കരിച്ചു. യേശുവിനെ കണ്ടപ്പോൾ നമസ്കരിച്ചു. നോക്കണമേ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന്റെ ജനന സമയത്ത് വിദ്വാൻമാർ അല്ലെങ്കിൽ ആട്ടിടയന്മാർ അവനെ വണങ്ങിയെന്നും നമസ്കരിച്ചുവെന്നും തിരുവെഴുത്തുകളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ പരസ്യ ജീവിതത്തിൽ ഹല്ലേലൂയ അവനെ നമസ്കരിക്കുന്നതായിട്ടോ വണങ്ങുന്നതായിട്ടോ നമുക്ക് തിരുവെഴുത്തുകളിൽ കാണുവാൻ കഴിയുന്നില്ല. പലപ്പോഴും ഭൂതങ്ങൾ യേശു ആരാണെന്ന് വെളിപ്പെടുത്തുകയും ഹല്ലേലൂയ യേശുവിന് മുമ്പിൽ അത് വിറയിലോട് നിൽക്കുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനെല്ലാം യേശു അമർച്ചയായി ശാസിക്കുന്നതായും കാണുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും ശിഷ്യന്മാർക്ക് ഒരിക്കൽ പോലും യേശുവിനെ വണങ്ങുവാനോ അല്ലെങ്കിൽ നമസ്കരിക്കുവാനോ തോന്നിയില്ല. എന്നാൽ ആത്മാവിൽ വെളിപ്പെട്ട യേശുവിനെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയാണ് യേശുവിനെ നമസ്കരിച്ചു. ലോകത്തിൽ നമസ്കരിക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അല്ലാതെ ഒന്നിനെ നമസ്കരിക്കാൻ പാടില്ല, ഒന്നിന്റെ മുമ്പിൽ മണങ്ങുവാൻ പാടില്ല. ഹല്ലേലൂയ സ്തോത്രം. മാതാവിന്റെ മുമ്പിലോ ശിഷ്യന്മാർ ആയിരിക്കുന്ന പത്രോസോ പൗലോസോ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ തോമസ് ലീഗായോ ഇവരുടെ മുമ്പിലൊന്നും മണങ്ങുവാനോ, ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന യൂദ എന്ന് പറയുന്ന സ്ലീഗ, അദ്ദേഹത്തിന്റെ നാമത്തിൽ അനേക പള്ളികളും അനേക ധ്യാന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ അദ്ദേഹത്തെ വണങ്ങുവാനോ അദ്ദേഹത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനോ തിരുവെഴുത്ത് പറയുന്നില്ല. എന്നാൽ പറയുകയാണ് നമസ്കരിക്കുവാൻ, ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും നമസ്കരിക്കുവാൻ ഏക നാമം യേശു ക്രിസ്തു മാത്രം.
യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ, ആത്മശരീരം ധരിച്ച, സ്വർഗീയ ശരീരം ധരിച്ച ദൈവപുത്രനായ ക്രിസ്തുവിനെ നമസ്കരിക്കേണ്ടതാണെന്ന് മനസ്സിലായപ്പോൾ അവർ നമസ്കരിക്കുവാനിടയായി. ഹല്ലേലൂയ! അത് ലോകത്തിനൊരു വെളിച്ചമായി തീരട്ടെ. നമസ്കരിക്കുവാൻ ഏക ദൈവം യേശു ക്രിസ്തു മാത്രം. ദൈവത്തിന് മുമ്പിലെ നമുക്ക് നമസ്കരിക്കുവാനും വണങ്ങുവാനും പാടുള്ളൂ. അതാണ് ഇവിടെ തിരുവെഴുത്തുകളിൽ കാണുന്നത്. അപ്പോൾ യേശു ആരാധന സ്വീകരിച്ചു. ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രം. രാപ്പകൽ ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ച് അതിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്തത് എനിക്ക് നിങ്ങൾക്കും ആരാധിച്ച് ആ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്നിരിക്കുന്ന സാവകാശത്തിനായി, അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രം. അടുത്തത് അധികാര നിയോഗം നൽകി. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ വായിക്കാം. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെ നോക്കണമേ, ആത്മാവിൽ വെളിപ്പെട്ട യേശു പറയുന്ന ഒരു സന്ദേശമാണ്. സ്വർഗത്തിലും ഭൂമിയിലെയും അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അടുത്തത് ആകയാൽ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ നാഥൻ. അപ്പോൾ യേശു അധികാര നിയോഗം നൽകുക. എന്താണ്? അധികാരമുള്ളവന് മാത്രമേ അധികാര നിയോഗം നൽകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പാപത്തെയും ശാപത്തെയും രോഗത്തെയും ജയിച്ചു വന്ന മാനവകുലത്തിന്റെ രക്ഷകനായി തീർന്ന, മാനവകുലത്തിന്റെ രക്ഷ ഒരുവൻ മാത്രം, അത് യേശു മാത്രം. ഈ യേശുവിന് സ്വർഗത്തിലും ഭൂമിയിലെയും അധികാരം ലഭിച്ചു. അപ്പൊ സ്വർഗത്തിലെ ഭൂമിയിലെ അധികാരമുള്ളവൻ യേശു മാത്രമാണ്. ഭൂമിയിൽ ഒന്നിനും അധികാരമില്ല. അധികാരം ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്നത്. സകല അധികാരം ദൈവത്താൽ സ്ഥാപിതമായതാ. ഹല്ലേലൂയ! അധികാരത്തിൽ ഇരിക്കുന്നവരും ദൈവത്താൽ സ്ഥാപിതമായവരാ. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയാണ്, സകല അധികാരം തകർത്താ പറയാ, സ്വർഗത്തിലെ ഭൂമിയിലെ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ യാത്ര തിരിക്കണം. എന്തിന് യാത്ര തിരിക്കണം? ഹല്ലേലൂയ! 3.5 വർഷം എന്നോടുകൂടെ അനുഭവിച്ചതും എന്നോടുകൂടെ പഠിച്ചതും 40 ദിവസം സ്പെഷ്യൽ ക്ലാസ് കിട്ടിയ നിങ്ങൾക്കൊരു യാത്രയുണ്ട്. ആ യാത്രയുടെ മധ്യത്തിൽ ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന ഏകരക്ഷകൻ യേശു ക്രിസ്തുവിനെ വരച്ചു കാട്ടേണ്ട സ്വഭാവം നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ പറയാണ്, ഹല്ലേലൂയ, അധികാര നിയോഗം നൽകി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അധികാരം, ദൈവത്തിന്റെ അധികാരം നമുക്ക് ലഭിക്കണം. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവ അധികാരം കൊടുത്തിരിക്കുന്നു. ദൈവഭവനത്തിലുള്ളവർക്ക് അധികാരമുണ്ട്. കൽപ്പിക്കാനുള്ള അധികാരമുണ്ട്. ശാസിക്കാനുള്ള അധികാരമുണ്ട്. ഹല്ലേലൂയ! രോഗത്തിന്മേലുള്ള അധികാരമുണ്ട്. ഭൂതത്തിന്മേലുള്ള അധികാരമുണ്ട്. ബന്ധനത്തിന്മേലുള്ള അധികാരമുണ്ട്. സൗഖ്യം നൽകുവാനുള്ള അധികാരമുണ്ട്. വചനത്തിന്മേലുള്ള അധികാരമുണ്ട്. ആധികാരികമായി പറയുവാൻ അത് ദൈവഭവനത്തിലുള്ളവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്നവർ പ്രിയപ്പെട്ടവരെ, ഒരു അധികാര നിയോഗം നിങ്ങളുടെ മേൽ കൈമാറുവാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു അധികാരം നിങ്ങളുടെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവേ പറയുക, നിങ്ങളെ ഒരു അധികാരം നൽകി ചില മേഖലകളിലേക്ക് അയക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിടുതലുകൾ നടത്തുവാൻ, സൗഖ്യങ്ങൾ നടത്തുവാൻ, രോഗസൗഖ്യം നടത്തുവാൻ ഒരു അഭിഷേകം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ അത് ഏറ്റെടുത്താട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുക. ഇവിടെ നോക്കണമേ പ്രിയപ്പെട്ടവരെ, അധികാര നിയോഗം നൽകി. അടുത്ത മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ
15, 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. പിന്നെ യേശു അവരോട് നിങ്ങൾ ഭൂലോകത്തിൽ പിന്നെ യേശു അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും അത് കർത്താവ് യേശു പറഞ്ഞതാ. സകല സൃഷ്ടിയോടും സുവിശേഷം പറയണമെന്ന്. കാരണം നല്ല വാർത്തയാണ് സുവിശേഷം. ദൈവപ്രതിമയായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയണം. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരമാണ്. ഹല്ലേലൂയ. ഇവിടെ പറയണേ, വച്ചു നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അടുത്തത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുന്നത്. അപ്പൊ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിലാകപ്പെടും. അപ്പൊ ഇവിടെ 2 ഓപ്ഷനാ. വിശ്വസിക്കുന്നവനെ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ തള്ളപ്പെടും, അല്ലെങ്കിൽ ശിക്ഷാവിധിയിലാകപ്പെടും. 2 കാര്യം പറഞ്ഞിരിക്കുന്ന കർത്താവ്. അപ്പൊ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷിക്കപ്പെടും, രക്ഷ പ്രാപിക്കാം. അടുത്തത് പറയാണ്, വിശ്വസിക്കാത്തവരോ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഇന്ന് എന്നെ കേൾക്കുന്നവരെ ദൈവം പറയും, ഒരു അധികാര നിയോഗം നൽകുക. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. എന്റെ നാമത്തിൽ, അവർ ഭൂതങ്ങളെ, എന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. വേറെ സഖായിയുടെ നാമത്തിലോ അല്ലെ മറിയയുടെ നാമത്തിലോ ഒന്നും അത്ഭുത ഭൂതങ്ങൾ പുറത്താകത്തില്ല. പിശാചിനെ കൊണ്ടിറക്കാൻ പറ്റത്തില്ല. ഇവിടെ ദൈവ അധികാര നിയോഗം നൽകാൻ, എന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകും. അടുത്തത് പുതുഭാഷകളിൽ എന്ന് വെച്ചാൽ ഇതുവരെയും സംസാരിക്കാത്ത, ഇതുവരെയും കേൾക്കാത്ത, ഇതുവരെ അനുഭവിക്കാത്ത, ഇതുവരെ ചിന്തിക്കാത്ത ഭാഷകളിൽ നിങ്ങൾ സംസാരിക്കും. അടുത്തത് സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി എന്തു കുടിച്ചാലും ഹാനി വരില്ല എന്ന് കർത്താവ് ആലോചന കൊടുത്തിരിക്കുക, അധികാര നിയോഗം കൊടുത്തിരിക്കുക. ഒരു രാത്രി പ്രാർത്ഥിച്ച് തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും 12 പേരെ യേശു തെരഞ്ഞെടുത്തതായും പിന്നെ 70 പേരെ ദൈവം തെരഞ്ഞെടുത്തായും പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ മുഴുവനത്തെയും ചവിട്ടുവാൻ അധികാരം കൊടുത്ത ദൈവം ആത്മാവിൽ വെളിപ്പെട്ട യേശു അധികാര നിയോഗം കൊടുക്കുക. വീണ്ടും ഒരു അധികാരം കൈമാറ്റം. ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്ന ആ അധികാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി പകർന്നു തരുവാൻ ഈ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ സർവശക്തനുമായ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ, ദൈവകൃപ വ്യാപരിച്ചു വരുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ നോക്കണമേ, അധികാര നിയോഗം നൽകി. ഹല്ലേലൂയ. 8ാമത്തെ പോയിന്റ്, ആത്മാവിനെ അയക്കുമെന്ന് ഉറപ്പ് നൽകി. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 48-49 വാചനം വായിക്കുമ്പോൾ ആത്മാവിനെ അയക്കുമെന്ന് ഉറപ്പ് നൽകി. വായിക്കാം. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എന്റെ പിതാവ് ദൈവം വാഗ്ദത്തം ചെയ്തത് നിങ്ങളുടെ മേൽ അയക്കും. അടുത്തത്, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ. അല്ലേലെ. അപ്പൊ അവിടെ നോക്കണമേ, ആത്മാവിനെ അയക്കുമെന്ന് ഉറപ്പ് നൽകി. ഹല്ലേലൂയ. അത് ആര് വാഗ്ദത്തം ചെയ്ത? ദൈവം വാഗ്ദത്തം ചെയ്ത ആത്മാവിനെ അയക്കുമെന്ന്. ഹല്ലേലൂയ. യേശു കർത്താവ് പറയാ. നമുക്ക് ഒരു വചനോട് വായിച്ച് ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 1:8 വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ
വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷി ആകുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ ആത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം ദൈവപ്രവൃത്തികൾ നമ്മളിൽ വെളിപ്പെടുത്തുള്ളൂ. ആത്മാവിനെ അയക്കുമെന്ന് ദൈവം ഉറപ്പ് നൽകിയ ദൈവം, ആ പരിശുദ്ധാത്മാവിനെ തരുമെന്ന് ഉറപ്പ് നൽകിയ ദൈവം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ മാളിക മുറിയിൽ ഒത്തുകൂടിയപ്പോൾ അവിടേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവർ ഇതുവരെ സംസാരിക്കാത്ത പുതുഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു 1 പഠിപ്പിച്ചു, 2 സമാധാനം നൽകി, 3 ഭക്ഷിച്ചു, 4 ഹല്ലേലൂയ സ്തോത്രം ആരാധന സ്വീകരിച്ചു. ഓ റമനാരകതലഘടക ശാരവ ഒന്നുകൂടെ പറയാ പോയിന്റുകളെ. ഹല്ലേലൂയ 1 പഠിപ്പിച്ചു, സമാധാനം നൽകി, ഹല്ലേലൂയ അത്ഭുതം ചെയ്തു, ഭക്ഷിച്ചു, ആരാധന സ്വീകരിച്ചു, അധികാര നിയോഗം നൽകി, ആത്മാവിനെ അയക്കുമെന്ന് ഉറപ്പ് നൽകി. ഇതാ ആ വാഗ്ദത്തം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വെളിപ്പെടുക. 2-ന്റെ 1 വായിച്ച് നമ്മൾ നിർത്താൻ പോകുക. ആ വേദവാക്യം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി. അവര് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷകൾ പറഞ്ഞു തുടങ്ങിയെന്ന് ദൈവവചനം പറയുന്നു. ഇതാ പുതിയ തുടക്കങ്ങൾ കുറിച്ചു. ആത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞ കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കൂ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതുന്നത് കാണുന്നുണ്ട്. എന്നാൽ ഇതാ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി വന്നു. ഇവർ ഇതുവരെ പറയാത്ത ഭാഷകൾ ഇവർ സംസാരിക്കാൻ തുടങ്ങി. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങള്. അതെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഊവ എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മാറ്റമില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ആത്മാവിൽ വെളിപ്പെട്ട യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളെയും കുറിച്ച് ഇന്ന് ഈ പ്രഭാതം മുതൽ ശുശ്രൂഷിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ജീവന്റെ മൊഴികൾ എന്നുള്ള സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർത്ത ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ വെളിപ്പെട്ട യേശുവിന് പരിമിതികളില്ല. ഏത് മനുഷ്യന്റെയും ഹൃദയത്തിൽ കയറി അവനെ സത്യവചനം പ്രസംഗിക്കുന്നവനാക്കി തീർക്കുവാൻ യേശുവിന് കഴിയും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് ലൈവിൽ വന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ആ നിയോഗം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ. അതെ, അധികാര നിയോഗമുള്ളവരായി തീരട്ടെ. ഭൂമിയുടെ മുഴുവൻ മേഖലയിലും പോയി യേശു കർത്താവ് തന്നെ ദൈവമെന്ന് വിളിച്ചു പറയത്തക്ക നിലയിൽ, യേശു മാത്രം രക്ഷകനെന്ന് പറയത്തക്ക നിലയിൽ, യേശു മാത്രം വീണ്ടെടുപ്പ് നായകൻ എന്ന് വിളിച്ചു പറയത്തക്ക നിലയിൽ ഒരു അധികാര നിയോഗം ഇവരുടെ മേൽ നടക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ഇവരെ നിറയ്ക്കണം. ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം കർത്താവേ. ജീവവഴി എന്ന് പറയുന്ന സന്ദേശത്തിലൂടെ എന്റെയും മിനിസ്ട്രി ഒരുക്കിയിരിക്കുന്ന ഈ മീറ്റിങ്ങിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ നേതൃത്വ നിലയിൽ നിൽക്കുന്ന ജിബിൻ വർഗീസിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിനായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം. ലൈവിൽ വന്ന എല്ലാവരെയും, ഇനി ഈ മെസ്സേജ് കേൾക്കാൻ പോകുന്നവരെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണം. ഈ വചനത്തിൽ പറയുന്നത് പോലെ ഇവരുടെ മേൽ ദൈവശക്തി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് ദൈവത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എന്റെയും മിനിസ്ട്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ആ ഫേസ്ബുക്ക് പേജിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിലൂടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.